പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ആഗോള വ്യാപാരത്തിൽ സ്വർണത്തിന്റെ പ്രാധാന്യവും വർദ്ധിക്കുകയാണ്. സ്വർണ്ണ ഉപഭോക്താക്കളായ രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് ഇന്ത്യ. എന്നിട്ടും സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അമ്പരപ്പോടെയാണ് രാജ്യം കേട്ടതും. ആ ആഹ്വാനത്തിന് പിന്നിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതിരിക്കാനുള്ള കൃത്യമായ കണക്കുകൂട്ടലുകളാണെന്നാണ് വിലയിരുത്തൽ. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്കിനെ ബാധിച്ചതോടെ അസംസ്കൃത എണ്ണവില കുത്തനെ ഉയരുകയാണ്. എണ്ണവിലയിലുണ്ടാകുന്ന ഈ കുതിച്ചുചാട്ടം ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ വിദേശ നാണ്യം ലാഭിക്കുക എന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ എണ്ണയും സ്വർണവും വഹിക്കുന്നത് വലിയ പങ്കാണ്. ഇവ രണ്ടും പ്രധാനമായും വിദേശത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. എണ്ണയായാലും സ്വർണമായാലും അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിലാണ് പണം നൽകുന്നത്. എണ്ണവില വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഡോളർ വിദേശത്തേക്ക് ഒഴുകും. ഇത് കറൻസി വിപണിയിൽ ഡോളറിനുള്ള ഡിമാൻഡ് കൂട്ടുകയും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിക്കുവാനും കാരണമാകും. ഗതാഗതത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഇന്ധനത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണത്തെ സാമ്പത്തിക വിദഗ്ധർ കാണുന്നത് ഒരു നിക്ഷേപ സംവിധാനമായാണ്. രാജ്യം സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ അനിവാര്യമല്ലാത്ത സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നത് ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുന്നതും ഒഴുക്ക് തടയാനും കാരണമാകും. ഇത് രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. ഇന്ധനോപഭോഗം കുറയ്ക്കുന്നതിനൊപ്പം സ്വർണ്ണ വാങ്ങലുകൾ മാറ്റിവെക്കുന്നതും വിദേശ നാണ്യം ലാഭിക്കാനുള്ള മാർഗമായാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നത് ജീവിത ചെലവ് വർദ്ധിപ്പിക്കും. ഈ സാമ്പത്തിക ദുരന്തം ഒഴിവാക്കാൻ എണ്ണയ്ക്കും സ്വർണത്തിനുമായി ചെലവാക്കുന്ന ഡോളറിന്റെ അളവ് പരിമിതപ്പെടുത്തിയേ മതിയാകൂ. നയരൂപീകരണ വിദഗ്ധർ അതീവ ജാഗ്രതയോടെയാണ് നിലവിൽ വിപണിയെ വീക്ഷിക്കുന്നത്. ഒരു ആഗോള സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുക എന്നതാണ് സ്വർണം വാങ്ങുന്നത് താൽക്കാലികമായി പരിമിതപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതിന് പിന്നിലെ കാരണം. എന്നാൽ ഈ സാഹചര്യത്തിൽ തന്നെ ആഗോള സ്വർണ്ണ വിപണിയിൽ ചൈന ഒരു പ്രധാന ശക്തിയാൽ ഉയർന്നു വരാനുള്ള ശ്രമങ്ങളും നടത്തുകയാണ്. ചൈനയുടെ സെൻട്രൽ ബാങ്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് 2026 ഏപ്രിൽ വരെ തുടർച്ചയായി തുടരുന്നതായാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ ചൈന സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന്റെ കാരണം എന്താണെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ചൈനയുടെ സെൻട്രൽ ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന 2026 ഏപ്രിലിൽ മാത്രം 8 ടൺ സ്വർണം വാങ്ങിയെന്നാണ് കണക്കുകൾ. ഇത് ചൈനയുടെ ഔദ്യോഗിക സ്വർണ്ണ ശേഖരം 72.8 ദശലക്ഷം ട്രോയ് ഔൺസായി ഉയർത്തിയിട്ടുണ്ട്. ചൈനയുടെ വാങ്ങലുകൾ ലളിതമായ നിക്ഷേപങ്ങളല്ല, മറിച്ച് ദീർഘകാല സാമ്പത്തിക ക്രമത്തിന്റെ അടിത്തറയെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി ചൈന നിരന്തര ശ്രമങ്ങൾ നടത്താറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ വിദേശ നാണ്യ ശേഖരത്തിന്റെ ഒരു പ്രധാന ഭാഗം സ്വർണ്ണമാക്കി മാറ്റുന്നു എന്നാണ് സൂചന. സമീപ വർഷങ്ങളിലായി അമേരിക്കയും ചൈനയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ, ഉപരോധങ്ങൾ, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവയൊക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഒരു പുതിയ തന്ത്രം സ്വീകരിക്കുവാൻ ചൈനയെ നിർബന്ധിതരാക്കുകയായിരുന്നു. ഒരു രാജ്യത്തിനും മരവിപ്പിക്കുവാൻ കഴിയാത്ത ആസ്തിയാണ് സ്വർണമെന്നാണ് ഈ ഘട്ടത്തിൽ ചൈന വിശ്വസിക്കുന്നത്. അതായത് ഭാവിയിൽ സാമ്പത്തിക ഉപരോധങ്ങളോ ആഗോള പ്രതിസന്ധികളോ രൂക്ഷമാവുകയാണെങ്കിൽ സ്വർണം ഒരു സുരക്ഷാ നിക്ഷേപമാകും എന്ന് കണക്കുകൂട്ടുന്നു. മറ്റൊരു പ്രധാന കാരണം സ്വന്തം കറൻസിയായ യുവാനെ ശക്തിപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങളാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഡോളറിന് പകരമായി അന്താരാഷ്ട്ര വ്യാപാരത്തിൽ യുവാന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുവാൻ ചൈന ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശക്തമായ സ്വർണ്ണ ശേഖരം അതിന്റെ സാമ്പത്തിക വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ സഹായകമാകും. സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും ചൈനയുടെ വാങ്ങൽ തടസ്സമില്ലാതെ തുടരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഹ്രസ്വകാല ലാഭത്തേക്കാൾ ദീർഘകാല തന്ത്രത്തിനാണ് ചൈന മുൻഗണന നൽകുന്നതെന്നാണ് ഇതിലൂടെ ബോധ്യമാകുന്നത്. ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം ആഗോള സ്വർണ്ണ വിപണിയിൽ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്യുകയാണ്.